ഓക്കെ. Okay, next one is time period of satellite. Time period. ഇത് മാറ്റാറ്. അമ്മനും പ്രജീനക്കും ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ, ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ അവർക്ക് അത്ര ക്ലിയർ ആവില്ല. ക്രിസ്റ്റീന് പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ഇസ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പൊട്ടൻഷ്യൽ പഠിച്ചല്ലേ? പൊട്ടൻഷ്യൽ പഠിച്ചില്ലേ? പൊട്ടൻഷ്യൽ ഓർബിറ്റൽ വെലോസിറ്റി മാത്രമേ പഠിച്ചുള്ളൂ. പൊട്ടൻഷ്യൽ ഒക്കെ പഠിച്ചില്ലേ? പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്, സർഫസിൽ വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, എനർജി എല്ലാം നമ്മൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടൈം ടേക്കൻ ബൈ ദ സാറ്റലൈറ്റ്, വൺ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ടൈം എഴുതിക്കോ. ടൈം പീരീഡ്, ടൈം പീരീഡ്, time taken by the satellite, time taken by the satellite to revolve, time taken by the satellite to revolve once around the earth, time taken by the satellite to revolve once around the earth. ഇത് അന്നുള്ളത് അന്നു തന്നെ എഴുതി പഠിച്ചു പോണേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടൈം പീരീഡ്, time taken by the satellite to revolve once around the earth, t equal to ടൈം പീരീഡിന്റെ ഇക്വേഷൻ t equal to നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിഒ, ഡിസ്റ്റൻസ് ജസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ ഉദ്ദേശിച്ചത്, ഡിഒ ആറോ എന്ത് വേണേലും എടുക്കാം. ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലാർ പാത്ത് അല്ലേ കവർ ചെയ്യണത്. അപ്പൊ നമുക്ക് സർക്കുലാർ ഫോം ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് πr² അല്ല, സർക്കംഫറൻസ് എടുക്കുമ്പോ എത്ര വരും? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ 2πr. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 2πr ഡിവൈഡഡ് ബൈ, ശ്രദ്ധിച്ചേ, 2πr ഡിവൈഡഡ് ബൈ പ്രജിന ഗ്രാവിറ്റേഷന്റെ ലാസ്റ്റ് പോർഷൻസ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നേരത്തെ വന്നിട്ട് ചോദിച്ചാൽ മതി. എടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇവിടെ ഏത് വെലോസിറ്റി ആയിരിക്കും വരുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ വരുന്നത്. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് ജി എം ബൈ ആർ അല്ലെ? ഓർബിറ്റൽ വെലോസിറ്റി, നീ പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി ഓൺ ദ സർഫസ് അല്ലേ? റൂട്ട് ഓഫ് ജി ആർ, ഇതല്ലേ നീ പറയുന്നത്? ഇത് നമ്മൾ സർഫസിലുള്ള കേസാണ് നമ്മൾ v ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ആർ. രണ്ടും ശ്രദ്ധിക്കണേ, സർഫസിലുള്ള വെലോസിറ്റി അതല്ലാതെയുള്ള ഓർബിറ്റൽ വെലോസിറ്റി ശ്രദ്ധിക്കുക. അപ്പൊ നോക്കിയാൽ റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണോ, ടൈം സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ആറിനെ നമുക്ക് 2π ഇൻറ്റു, ഈ ആറിനെ ഞാനിപ്പോ റൂട്ടാർ ഇൻറ്റു റൂട്ടാർ എന്ന് എഴുതണേ. റൂട്ടാർ ഇൻറ്റു റൂട്ടാർ എന്ന് എഴുതിയാലും എന്ത് തന്നെ? ആറ് തന്നെയല്ലേ? അപ്പൊ നമുക്ക് റൂട്ടാർ ഇൻറ്റു റൂട്ടാർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ, നോക്കിക്കേ, റൂട്ട് ഓഫ് gm by r. ഓക്കെ, അടുത്ത ക്ലാസ് തൊട്ട്, ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഈ ആറ് നമുക്ക് പൊക്കത്തേക്ക് എടുക്കാം. 2π r ക്യാൻസൽ ചെയ്ത് ഇത് പൊക്കത്തേക്ക് എടുക്കാനല്ലേ പറ്റുള്ളൂ. റൂട്ടാർ ഇൻറ്റു ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോ റൂട്ടാർ ഡിവൈഡഡ് ബൈ റൂട്ട് gm. ഓക്കെ, റൂട്ട് gm. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റിമോട്ട് എവിടെ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 2π ഇൻറ്റു റൂട്ട് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ
റൂട്ട് GM. ഇതാണ് നമ്മുടെ ടൈം പീരീഡിന്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് ബോക്സ് ചെയ്തിട്ട് ഇനിയാണ് നമ്മൾ ഓരോ കണ്ടീഷൻ വെച്ചിട്ട് എഴുതാൻ പോകുന്നത്. അപ്പൊ മെയിൻ ഇക്വേഷൻ ഇതാണ്, എഴുതിക്കോട്ടെ. T equal to 2π into root r³ divided by root GM. ഫാഹിം ശ്രദ്ധിച്ചോട്ടെ, ഒന്നുകൂടെ ഞാൻ പറയണേ, ശ്രദ്ധിച്ചോ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റൽ വെലോസിറ്റി ഒക്കെ പഠിച്ചില്ലേ? എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർബിറ്റലിൽ കൂടി സാറ്റലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള വെലോസിറ്റി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്ന, കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ? ടൈം ടേക്കൻ ബൈ ദ സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് അറൌണ്ട് എർത്ത്. എർത്തിന് ചുറ്റും ആ സാറ്റലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ വെലോസിറ്റി. ഇവിടെ നോക്കിക്കേ, വെലോസിറ്റി ഏതാ? സാധാരണ വെലോസിറ്റി ആണോ? ഫാഹിമെ നോക്കിക്കേ, വെലോസിറ്റി ഏതാ? ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തായിരുന്നു √GM/r. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. പക്ഷെ അന്നൊന്നും തന്നെ എഴുതി പഠിച്ചില്ലെങ്കിൽ ഇത് കണക്ഷൻ വിട്ടുപോകും. ഓക്കെ, എല്ലാ ദിവസവും എഴുതി പഠിച്ചില്ലെങ്കിൽ പോവും. ഇപ്പൊ ഞാൻ പറയുന്നത് കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും, എക്സാം എടുത്ത് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഫഹിം എഴുതി അവിടെ വരെ വേണ്ട, എന്നിട്ട് പറയാം, അല്ലെങ്കിൽ പിന്നെ അതിന് കൺഫ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് ബോക്സ് ചെയ്തല്ല മെയിൻ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, ഈ ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ആറ് റൂട്ട് അല്ല, ആറിന് പകരം നോക്കിക്കേ, ഇതിപ്പോ എർത്ത് ആണെന്ന് വിചാരിക്കാം. r+h, എർത്തിന്റെ റേഡിയസ് 6, മാസ് m. ഇവിടെയാണ് നമ്മുടെ സാറ്റലൈറ്റ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് h ആയിട്ട് എടുക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 6 ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ പോകൂട്ടാ. അപ്പൊ നമുക്ക് ഈ ആറിന് പകരം എന്തെന്ന് കൊടുക്കാം? r+h. മനസ്സ് പറഞ്ഞേ, ഈ ആറിന് പകരം എന്തെന്ന് കൊടുക്കാം നമുക്ക്? r+h. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? T equal to 2π into root of r+h the whole cube divided by root GM. Okay, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. If the satellite is on the surface of the earth, അതായത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് നിയർ ദ സർഫസ്, അതായത് എർത്തിന്റെ സർഫസ്. ഇപ്പൊ നോക്കിക്കേ, ഇത് എർത്ത് ആണെങ്കിൽ സാറ്റലൈറ്റ് ഈ ഒരു ഓർബിറ്റലിൽ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇമാജിൻ ചെയ്യണം കേട്ടോ, ഒരു എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ്. യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമാജിനേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കി, ഇപ്പൊ എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. സോറി, എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ പറയുന്ന കേസ്, ഇഫ് ദ സാറ്റലൈറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓർ നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിൽ കൂടി റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാറ്റലൈറ്റ് സർഫസിലാണ്, അല്ലെങ്കിൽ സർഫസിനോട് തൊട്ടടുത്തു കൂടിയാണ് ഈ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് ചേഞ്ച് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്? എന്താ വരാൻ പോകുന്നത്? ക്രിസ്റ്റീന് പറയാൻ പറ്റുമോ നോക്കിക്കേ. ഇവിടെ ആയിരുന്നു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോ സാറ്റലൈറ്റ് സർഫസ്, എർത്തിന്റെ സർഫസിൽ കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഏത് ടേമാണ് പോകുന്നത്? അവിടെ നിന്ന് r+h r അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്ത് പോവും? h പോവും അല്ലെ? ഈ ഹൈറ്റ് പോവില്ലേ? ഇവിടെ കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോഴല്ലേ ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഫാഹിമിന് കിട്ടിയാ? ഇവിടെ കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സർഫസിലാവുമ്പോ ഈ h ഉണ്ടാവില്ല, ഇവിടെ കൂടി തന്നെയല്ലേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ടേം അങ്ങ് പോവും, hന്റെ ടേം അങ്ങ് പോവും. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? T equal to 2π into root of r³ divided by root GM. ഓക്കെ, റൂട്ട് GM. അമ്മന് ബോർഡ് ക്ലിയർ ആണോ? പ്രജീന ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണേടാ. ഓക്കെ, ഇനി ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏത്? ഇതാണ് r+h. ഇത് r³ ആയതാ. നോക്കിക്കേടാ, നമ്മൾ എർത്ത് വരച്ചു. ഇതാണ്, ഈ ചെറുതാണ് എർത്ത് എന്ന് വിചാരിക്കുക. എർത്തിന്റെ റേഡിയസ് 6, ഓക്കെ, മാസ് m. ഇവിടെയാണ് നമ്മുടെ സാറ്റലൈറ്റ്. ഇതാണ് സാറ്റലൈറ്റ്. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ h ആയിട്ട് എടുത്തത്. ഇതിന്റെ രണ്ടിന്റെയും കൂടി സമ്മാണ് നമ്മൾ സ്മോൾ ലെറ്റർ r ആയിട്ട് എടുത്തത്. അപ്പൊ ഈ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എർത്തിന്റെ സർഫസിൽ കൂടി, ഇവിടെ കൂടി തന്നെയാന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ ഈ ഹൈറ്റ് h ഉണ്ടാവും അവിടെ ഇല്ല. അപ്പൊ ആ ടേം അങ്ങ് അവോയ്ഡ് ചെയ്ത് ഇവിടെ എഴുതാം. ഇനി നോക്കിക്കേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. G equal to GM by r². അവിടെ നിന്ന് നമുക്ക് GM ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ല.
gm equal to gr square. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ t equal to 2 pi into root of r cube divided by root of gr square. r ഇവിടെ പോയി ബാക്കിയുള്ളത് t equal to 2 pi into root of r by g. Sorry, capital R. Okay. താഴെ അല്ല സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിക്കോ, റൂട്ട് ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ജി. അങ്ങനെ എടുക്കുന്ന എന്തിനാന്നോ? ഏതാ ഇത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സാധാരണ ജിയുടെ ഫോർമുലയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലായിടത്തും നോക്കി മനസ്സിലാക്കി എഴുതണേ. ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കിക്ക്, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. സ്വന്തമായിട്ട് എഴുതി നോക്ക്, ബോർഡിൽ നോക്കണ്ട ഫസ്റ്റ്. അപ്പൊ നമുക്ക് എക്സാമിനോ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഫാഹിമിന് കിട്ടുന്ന പോലെ ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ക്രിസ്റ്റീന് കിട്ടിയവർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് വേണമെങ്കിൽ എഴുതി നോക്കിക്കോ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതാ പറയുന്നത്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കോ. ടൈം എടുത്താലും കുഴപ്പമില്ല, സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോർഡിൽ നോക്കുക. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സർഫസിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയത്? ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. ഏത്? ഈ ആറോ? അത് നമുക്ക് ഈ ആർ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കണമല്ലോ. അപ്പൊ നമുക്ക് അതിനെ ഒരുമിച്ച് റൂട്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ആറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും നമുക്ക് റൂട്ടാർ ഇൻറ്റു റൂട്ടാർ എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇതും കൂടി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരൊറ്റ ടേം ആക്കി എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുതി വരുമ്പോൾ നോക്കിക്കേ, ആർ ഇൻറ്റു ഈ ആർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടാർ ഇൻറ്റു ഇങ്ങനെ എഴുതണ്ടേ, ആർ ഇൻറ്റു റൂട്ടാർ. അതിന് പകരമാണ് നമ്മൾ ഈ ആറിനെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ടാർ ഇൻറ്റു റൂട്ടാർ എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ റൂട്ടാർ ക്യൂബ് എന്നങ്ങ് എഴുതാം. ഏത്? നമ്മൾ ഡെറിവേഷനിലാണ് ഇത് ചെയ്യേണ്ടത്. ന്യൂമറിക്കൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡയറക്റ്റ് ഇക്വേഷൻ, നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിപ്പോ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അവിടെയൊക്കെ ചെയ്യണം. റൂട്ട് അത് നമ്മൾ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എത്തിച്ചത്. അവിടെ വേണമെങ്കിൽ ജി ആർ സ്ക്വയർ എന്ന് എടുക്കാം. എങ്ങനെ ഇക്വേഷൻ മാറും? ഇതാണ് നമ്മളിപ്പോ പെർഫെക്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ചേക്കണം. ഇവിടെ നിന്ന് നിനക്ക് വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതാം, റൂട്ട് ജി എം ഈക്വൽ ടു ജി ആർ സ്ക്വയർ എന്ന്. അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ സർഫസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആറിന്റെ വാല്യൂടെ ആർ സ്ക്വയർ നമ്മൾ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് കൂടെ ശ്രദ്ധിക്കുക. സർഫസ്, എർത്തിന്റെ സർഫസിൽ എത്തിയപ്പോ ഈ ആർ ക്യൂബിന്റെ പ്ലേസിൽ അവിടെ എന്ത് വന്നു? ക്യാപിറ്റൽ ആർ എന്ത് വന്ന്? ആർ ക്യൂബ് വന്നു. അപ്പൊ ആ ആർ ക്യൂബിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് ഇവിടെ എഴുതി വെക്കണമെങ്കിൽ ജി ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം, പക്ഷെ ഒരു കണക്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ റോങ് ആണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആർ ക്യൂബിനെ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ചാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏതാ? ഇതാണോ? ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഇത് മനസ്സിലായില്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇവിടെ വരെ മനസ്സിലായി. ഇത് നോക്കിക്കേ, ആർ റൂട്ടാർ ഇൻറ്റു റൂട്ടാർ ഇൻറ്റു റൂട്ടാർ ക്യൂബ് എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ റൂട്ട് ജി എം. അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയിട്ട് എഴുതിയത്. ഓക്കെ, ഇവിടെ ആരെ കിട്ടിയല്ല. ഇനി അടുത്തത് എർത്ത്, ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് മനസ്സിലായില്ലേ? ഇല്ല, അതൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. എർത്തിന്റെ റേഡിയസ് ആറാണ്, ക്യാപിറ്റൽ ആറ്. ഇനി ഇവിടെയാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഈ ഒരു ഓർബിറ്റിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് നമ്മുടെ സാറ്റലൈറ്റ് ഇരിക്കുന്നത്. മനസ്സിലായ? ഈ ടോട്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്മോൾ ആർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത്. ഓർബിറ്റൽ വെലോസിറ്റി പഠിച്ചപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഇങ്ങനെ തന്നെ കൊടുത്തത്. അപ്പൊ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആർ പ്ലസ് എച്ച് ആണ്. അത് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. ഇനി ഈ സാറ്റലൈറ്റ് ഇവിടെയല്ല, ഇതിന്റെ ഈ ഒരു സർഫസിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഈ ഒരു സർഫസിൽ കൂടിയാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എച്ചിന്റെ ടേം അവോയ്ഡ് ചെയ്യാമല്ലോ. അത് കൊടുത്താണ്
ഇവിടെ ഇത് എഴുതിയേക്കുന്നത്, എച്ചിന്റെ ടേം അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഇത് എഴുതി, പിന്നെ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഈ ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ എന്ന് കൊടുത്തു. നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അമ്മൻ എഴുതിയാ? പ്രജീനക്ക് ഡൗട്ട് ഉണ്ടോ? എഴുതി കഴിഞ്ഞാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. സർഫസ് ഓഫ് ദ എർത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടെ എത്തേണ്ടത്. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി പോയാ മതി. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ച. ടൈം പീരീഡിന്റെ ഇക്വേഷൻ t ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് ജി എം. ഓക്കെ, ഇനി ഈ ടൈം പീരീഡിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യാൻ പോണെന്ന് വിചാരിക്കും. ഇതിനെ സ്ക്വയർ ചെയ്യണേ. അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4, പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? റൂട്ട് പോകും, ആർ ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ ജി എം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. ഇവിടെ ജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ മാസ് ക്യാപിറ്റൽ എം എന്താ? ക്യാപിറ്റൽ എം എന്താ? മാസ് ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ എർത്തിന് ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ 4π സ്ക്വയർ, 4ന്റെ വാല്യൂ പൈയുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. പിന്നെയുള്ള ഈ ആർ ക്യൂബിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഫാഹിമിന് മനസ്സിലായ? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്, കെപ്ലേഴ്സ് ലോയുടെ ലാസ്റ്റ് ലോ എന്ന് പറയുന്നത്. കെപ്ലേഴ്സ് ലോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കെപ്ലേഴ്സ് ലോ എന്ന് പറയും. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഏത് ക്യാപിറ്റൽ ടി? ജിയോ? ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് ഞാൻ പഠിപ്പിച്ചതല്ലേ? ഗ്രാവിറ്റേഷണൽ മറ്റേത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സിലറേഷൻ നമ്മൾ മറ്റേത് ഇത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അത് തന്നെ. ഏത്? അത് ഇത് കഴിഞ്ഞെടുത്താ പോരെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ക്ലാസ്സിൽ പഠിപ്പിച്ചതാണോ? ഫസ്റ്റ് വൺ ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പിരീഡ്. ഓക്കെ, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതിയേ. അടുത്ത ക്ലാസ്സോട്ട് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കെപ്ലേഴ്സ് ലോ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ പീരീഡ് ഇവിടെ വരെ ഡിറൈവ് ചെയ്തതുകൊണ്ട് ഞാൻ സ്ക്വയർ ചെയ്തൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൈഡിൽ എഴുതി വെച്ചേക്ക്. എന്തായാലും അത് കെപ്ലേഴ്സ് ലോ പഠിക്കുമ്പോൾ ഒന്നുകൂടി അപ്പൊ മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. 5:30 നമ്മുടെ ട്യൂഷൻ. ഇവിടെ കൂടി വിളിച്ചോ. ഓക്കെ, എഴുതി കഴിഞ്ഞാ അടുത്ത ടോപ്പിക്കോട്ട് ശ്രദ്ധിച്ചോ. ബാക്കി റെക്കോർഡർ കണ്ടോട്ടാ. ഓക്കെ, അതാ പറഞ്ഞ റെക്കോർഡർ കണ്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? എഴുതിയാ? ഫാഹിം എഴുതിയാ? ഫാഹിം വന്ന് സോറി, മാനസ് എഴുതിയാ? മാനസ് എഴുതി. നെക്സ്റ്റ് വൺ ഇസ് എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് എടുത്തിട്ട് നമ്മൾ പൊക്കത്തേക്ക് എറിയണമെന്ന് വിചാരിക്കും. ഒരു കൈനറ്റിക് എനർജി അതിനുണ്ടാവും. അത് മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അത് എന്ത് സംഭവിക്കും? താഴേക്ക് വീഴും. അതെന്താണ്? എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് താഴേക്ക് വന്ന് വീഴും അല്ലെ? അപ്പൊ ആ ഒരു എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പൊക്കത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്തായാലും എർത്തിൽ നിന്നാണ് നമ്മൾ എറിയുന്നതെങ്കിൽ ആ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അത് താഴേക്ക് തന്നെ വീഴും.
ഇനി എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞ് പൊക്കത്തേക്ക് പോകണം, അതിന് പിന്നെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി വേണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു വെലോസിറ്റി. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് നോർമലി താഴേക്ക് വീഴും. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി പോകണം. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു കവറിങ്ങിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വെലോസിറ്റി, ആ ഒരു മിനിമം വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഏത് എസ്കേപ്പ് വെലോസിറ്റി ഇല്ല, മാസ് ഇപ്പൊ എത്ര വലിയ മാസുള്ള ബോഡി ആയാലും എസ്കേപ്പ് വെലോസിറ്റി എന്താ ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ വാല്യൂ പറഞ്ഞുതരാം. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിക്കേ. ഏതാണ് 11.2? ഏതിന്റെയാണ് നീ ഇപ്പൊ ചോദിച്ചത്? ഓർബിറ്റൽ വെലോസിറ്റി അല്ലല്ലോ. എസ്കേപ്പ് വെലോസിറ്റി 11. എസ്കേപ്പ് എന്താ പറഞ്ഞ, എസ്കേപ്പ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എർത്തിൻ മാസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ലേ? അത് അല്ല, എസ്കേപ്പ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്, ആ മാസ് ഡിപെൻഡന്റ് ആവുമെങ്കിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. മാസ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് അതിലേക്ക് നമുക്ക് വരാം. എസ്കേപ്പ് വെലോസിറ്റി എന്താന്ന് മനസ്സിലായില്ലേ? ഇനി എഴുതിക്കോ. ഓക്കെ, എഴുതിക്കോ. എസ്കേപ്പ് വെലോസിറ്റി is defined as പീറ്ററിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് കിട്ടിയ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പോകാനായിട്ട് ഉപയോഗിക്കുന്ന വെലോസിറ്റി. Escape velocity is defined as the minimum velocity with which a body must be projected upward, projected vertically upward എന്ന് എഴുതിക്കോ. projected vertically upward so that it escape from the it escapes എവിടെ വരെ എത്തി എഴുതി? vertically upward so that it escape from the gravitational pull of the earth. അറ്റ്മോസ്ഫിയർ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്ന വേർഡ് വേണം. മാർക്ക് പെർഫെക്റ്റ് വീടില്ല, എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തന്നെ ആ പുള്ളെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് എഴുതിയാൽ പിന്നെയും പ്രശ്നമില്ല, ഗ്രാവിറ്റേഷൻ വേറെ മാറ്റി എഴുതല്ലേ. പിന്നെ ഇല്ലേ ഈ ലോ ഒക്കെ ഉണ്ടാവില്ലേ, ചില ലോ ഒക്കെ ഉണ്ടാവില്ലേ ഫിസിക്സിലെ ലോ, അതൊന്നും നമ്മൾ മാറ്റി എഴുതാൻ പാടില്ല. നമ്മൾ മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് പോകും. അത് അങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കേണ്ടത്. പറഞ്ഞോ. എടാ ഒന്നും മിണ്ടല്ലേ ഒരു മിനിറ്റ്. പറഞ്ഞേ, എന്താ ഒന്നുകൂടെ പറയണം. escape from the gravitational pull of the earth. ഓക്കെ, അപ്പൊ ഒരു ബോഡി ശ്രദ്ധിക്കണേ, ഒരു ബോഡി നമ്മൾ പൊക്കത്തേക്ക് എറിയണം, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും, ഹാഫ് mv². ഓക്കെ, ve എന്ന് പറയുന്നത് എന്താ? എസ്കേപ്പ് വെലോസിറ്റി. VO എന്ന് പറയുന്നത് എന്താ? അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഓർബിറ്റൽ വെലോസിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഹാഫ് mve² എന്താണ്? കുറേയൊന്നും നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, VO ഒന്നും എഴുതിയിട്ടില്ല, ve². ഇനി ശ്രദ്ധിച്ചേ, അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് എഴുതി. ഇനി അടുത്തത് എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി എന്താ എഴുതിയത്? -gmm/r.
ഓക്കെ, സർഫസ് ആയതുകൊണ്ടാണ് ആർ വന്നിരിക്കുന്നത്. ഓക്കെ, മൈനസ് ജി എം എം ബൈ ആർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ ഓർമ്മയില്ല. മൈനസ് ജി എം എം ബൈ ആർ. ഇനി ആ ഒബ്ജക്ട്, ഇനി നമ്മളൊരു കണ്ടീഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്താ, നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കൈനറ്റിക് എനർജി, ആ ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവും, അത് എഴുതി. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, അതും എഴുതി. ഇനി നമ്മളൊരു കണ്ടീഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്. ഒബ്ജക്ട് ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആവും. ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ ആ കണ്ടീഷൻ ഒന്ന് ഓർക്കണേ. അറ്റ് ഇൻഫിനിറ്റി ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ എനർജി എന്താവും? KE ആൻഡ് PE, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താവും? സീറോ ആവും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി T ഈക്വൽ ടു ഹാഫ് mVE സ്ക്വയർ മൈനസ് പ്ലസ് ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ, ഇതിന് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ആയി, മൈനസ് GMM ബൈ ആർ. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്താവും നമ്മൾ പറഞ്ഞേ? സീറോ. ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ അത് സീറോ ആവും. അപ്പൊ നമുക്ക് ഏത് GMM ബൈ ആർ സ്ക്വയർ എന്താ? അത് ഫോഴ്സ്. സ്മോൾ ആർ സ്ക്വയർ എന്നാണോ കൊടുത്തേക്കുന്നത്? വലിയ ആർ സ്ക്വയർ എന്നാ? അത് ഏത് ഇക്വേഷനാണ് നോക്കട്ടെ. ഇതെന്താടാ എഴുതിയേക്കണ? ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ മാറിപ്പോയി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇ എമ്മും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് സോറി ക്യാൻസൽ ചെയ്യല. അതിന് മുമ്പ് നോക്കിക്കേ, മൈനസ് ആയിരുന്നു ഹാഫ് MVE സ്ക്വയർ. ഒരു സ്റ്റെപ്പ് കൂടി പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഹാഫ് MVE സ്ക്വയർ മൈനസ് GMM ബൈ ആർ ഈക്വൽ ടു സീറോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഹാഫ് MVE സ്ക്വയർ ഈക്വൽ ടു GMM ബൈ ആർ. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഹാഫ് VE സ്ക്വയർ ഈക്വൽ ടു GM ബൈ ആർ. VE എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി ഈ 2 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. VE സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ വരും? GM ബൈ 2R. ഒന്ന് ശ്രദ്ധിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഓക്കെ, എങ്ങനെ വരും? 2GM ബൈ ആർ. അപ്പൊ VE ഈക്വൽ ടു റൂട്ട് ഓഫ് 2GM ബൈ ആർ. ഓക്കെ, ഇത് ഈ ടോപ്പിക് ആണോ അല്ല വേറെയാണോ? വേറെ. ഓക്കെ, VE ഈക്വൽ ടു 2 into GM by R. ഇത് നമ്മളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ മാസും റേഡിയസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് കിട്ടും? എസ്കേപ്പ് വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ കിട്ടിയത്? മറന്നു വരുത്. ഓർബിറ്റൽ വെലോസിറ്റി എത്രയാ കിട്ടിയത്? 7.9 ആണ് കിട്ടിയത്. ഓക്കെ, ഇത് 11.2. മറന്നു വരുത് കേട്ടോ. ഓർബിറ്റൽ 7.9, എസ്കേപ്പ് 11.2. ഇനി നോക്കിക്കേ, ഇത് മാനസ് പറഞ്ഞത് നോക്കിക്കേ, ഈ ഇക്വേഷൻ VE ഈക്വൽ ടു റൂട്ട് ഓഫ് 2GM ബൈ ആർ. G എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. വാട്ട് ഇസ് ക്യാപിറ്റൽ M? മാസ് ഓഫ് ദ എർത്ത്. R റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പൊ നമ്മൾ ഈ പൊക്കത്തേക്ക് എറിയുന്ന ആ ബോഡിയുടെ മാസിനെ വല്ലതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എത്ര വലിയ ബോഡി ആയാലും എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? എത്ര വലിയ ബോഡി ആയാലും ചെറിയ ബോഡി ആയാലും എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ബോഡി എറിയുമ്പോഴത്തേക്കും മാസ് വന്നിട്ടോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? മാസ് ഓഫ് ദ ബോഡി ഈസ് ഇൻഡിപെൻഡന്റ്. അതല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇപ്പൊ ഇതാണ് പ്രൂവ് ചെയ്തത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയാണ്. നീ തിരിച്ചാ ചോദിച്ചത്, മനസ്സിലായി?
എസ്കേപ്പ് വെലോസിറ്റിയുടെ കേസിൽ മാസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഏത് സ്പീഡ് വേണ്ടേന്ന്? ഡിപെൻഡന്റ് അല്ല, അതല്ലേ പറയാം. എസ്കേപ്പ് വെലോസിറ്റി 11.2 ആയിരിക്കും. മാസ് ഇൻഡിപെൻഡന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കാം. മാസ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും? സെയിം കോൺസ്റ്റന്റ് ആയിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ മാറും. നമ്മളിപ്പോ എർത്തിന്റെ കേസ് അല്ലാതെ ഇപ്പൊ ഓരോന്ന് പ്ലാനറ്റിന്റെ വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് അതിന് ഉണ്ടാവും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ മാസ് ഇപ്പൊ വേറെ പ്ലാനറ്റ് ആണെങ്കിൽ അതിന്റെ സംഭവം ഉണ്ടാവും. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്ന് ചാപ്റ്റർ തീർക്കാൻ വാല്യൂസ് ഒക്കെ അത്യാവശ്യം തരും. ബൈ ഹാർട്ട് പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കുക. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒക്കെ പഠിച്ചിട്ട് പോവുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയാലോ, പിന്നെ റേഡിയസ് ഓഫ് ദ എർത്ത് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. റേഡിയസ് ഓഫ് ദ എർത്ത് ചോദിക്കണല്ല, പ്രോബ്ലം ചെയ്യാൻ നേരത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ചാപ്റ്റർ തീർക്കണം ഇന്ന് തന്നെ. വേഗം എഴുതിക്കോ, ചാപ്റ്റർ ഇപ്പൊ തീരും. വേഗം തീർക്കാൻ. ഈക്വൽ ടു, ഇനി നോക്കിക്കേ, ഇനി നമുക്കൊരു റിലേഷൻ പറയാം. ഇന്ന് റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. ഇതെന്താ? ഈ റൂട്ട് GM/r എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ എഴുതാം? VE ഈക്വൽ ടു റൂട്ട് 2VO. ഓക്കെ, റൂട്ട് ഓഫ് GM/r എന്ന് പറഞ്ഞാല് VO ആണ്. റൂട്ട് 2VO ഒന്ന് ബോക്സ് ചെയ്തോട്ടാ. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ പീറ്റർ എഴുതി കഴിഞ്ഞ കഴിഞ്ഞില്ലേ? മനസ് ഫാഹിമ് കഴിഞ്ഞേ. ഓക്കെ, അമൻ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞ അമൻ? പ്രജീന കഴിഞ്ഞ? ഓക്കെ, ഓക്കെ. അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, നാച്ചുറൽ സാറ്റലൈറ്റ്സ് നമുക്കറിയാലോ ഏതൊക്കെയായിരിക്കും. ഇപ്പൊ മൂൺ എന്തിന്റെ സാറ്റലൈറ്റാ? ഓക്കെ, അതുപോലെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വെള്ളം കുടിക്കണം. പറഞ്ഞതാണ് നീ ഉച്ചത്തി പറഞ്ഞോ, കുഴപ്പമില്ല. ഇതിനെന്താ? ഓക്കെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സ്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. പോളാർ സാറ്റലൈറ്റ്സ് ആൻഡ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. പോളാർ സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓക്കെ, പോളാർ സാറ്റലൈറ്റും ഉണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും തിയറി നമുക്ക് പഠിക്കാനുണ്ട് കറക്റ്റ് ആയിട്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പോളാർ സാറ്റലൈറ്റ് ആൻഡ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പൊ ഈ പോളാർ സാറ്റലൈറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചേ പീറ്റർ, ശ്രദ്ധിച്ചേ, അത് കഴിഞ്ഞ എഴുതാം. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് പറയാം പോളാർ റീജിയനിൽ, എർത്തിന്റെ പോളാർ റീജിയനും ഉണ്ട്, ഇക്വേറ്റർ ഉണ്ട്, അങ്ങനെയല്ലേ? അപ്പൊ അതില് പോളാർ റീജിയനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന ആ സാറ്റലൈറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായ? പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ എർത്തിന്റെ പോളാർ റീജിയനിലുള്ള ഓർബിറ്റിൽ കൂടിയായിരിക്കും എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ പോളാർ സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ആ ഒരു ഓർബിറ്റ്, പോളാർ റീജിയനിൽ നിന്ന് ആ ഓർബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോ 500 കിലോമീറ്റർ ടു 800 or 1000 കിലോമീറ്റർ വരെയൊക്കെ ഇത്രയും ഇതിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്താണ്, ഏകദേശം അടുത്താണ്. മറ്റു സാറ്റലൈറ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പോളാർ സാറ്റലൈറ്റ് മനസ്സിലായല്ലോ. ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് എഴുതാം, പോളാർ റീജിയനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും അറിയോ? ഈസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്.
വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എർത്ത് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോളാർ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പൊ 2 പോയിന്റ് ടെക്സ്റ്റിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ല, എന്നാലും പഠിക്കാം. അത്യാവശ്യം ജസ്റ്റ് വായിക്കണമെങ്കിൽ വായിച്ചു നോക്കിക്കോ, ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ല, പോളാർ റീജിയനിൽ ഒന്നും മനസ്സിലാവുള്ളൂ. റൊട്ടേറ്റ്സ് ഇൻ പോളാർ റീജിയൻ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ നോക്കാനാണെങ്കിൽ ഏകദേശം ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്, ഡിസ്റ്റൻസ് വരുന്നത് 500 കിലോമീറ്റർ ടു 800 കിലോമീറ്റർ. ഇനി ചോദിക്കാം, എന്തിനാണ് നമ്മൾ ഈ പോളാർ സാറ്റലൈറ്റ്സ്, നാച്ചുറൽ സാറ്റലൈറ്റ്സ് അല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാ? ഫണ്ണോ? ഒരാള് പറഞ്ഞ ഫണ്ണിനാണല്ലോ. ഓക്കെ, വെതർ കണ്ടീഷൻ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ, പിന്നെ എർത്തിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ എർത്ത്. പിന്നെ നമുക്ക് അല്ലാതെ നാച്ചുറൽ സാറ്റലൈറ്റ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒക്കെ കിട്ടില്ലല്ലോ. പോളാർ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ വെതർ കണ്ടീഷൻ, കറക്റ്റ് ആയിട്ട് കാലാവസ്ഥ, പിന്നെ ക്ലൗഡ് ഫോർമേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, എല്ലാം വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? മെയിൻ പോയിന്റ് എർത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക, പിന്നെ വെതർ കണ്ടീഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ പോളാർ സാറ്റലൈറ്റ്, അത് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പറയാം. അപ്പൊ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, മെയിൻ പോയിന്റ് ആണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. എർത്തിന്റെ ഡയറക്ഷൻ അല്ല, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൻ പോയിന്റ് ആണ് 500 കിലോമീറ്റർ ടു 800 കിലോമീറ്റർ ഓർ 1000 കിലോമീറ്റർ, നിയർലി 800 ഓർ 1000, അത്രയും ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഓക്കെ, എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം പോയിന്റ് ആയിട്ടൊന്നും പറയാം. It is എഴുതിക്കോ, polar satellite, it is rotating around the poles of the earth. It is rotating around the poles of the earth in north south direction. In north south direction, in north south direction, whereas ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്, എർത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ, whereas the earth rotates, whereas ഈസ്റ്റ് വെസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഈസ്റ്റ് വെസ്റ്റ് എന്നല്ലേ, പിന്നെ വെസ്റ്റ് ഈസ്റ്റ് എന്നാ പറഞ്ഞത്. ഈസ്റ്റ് വെസ്റ്റ് മാറിപ്പോരുത്, എനിക്ക് കൺഫ്യൂഷൻ ആവും. ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, whereas the earth rotates around its axis in the east west direction. Okay, second point, its height above the earth, its height above the earth is 500 to 800 kilometer. 500 to 800 kilometer. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതിക്കോ, ഇതിന്റെ യൂസ് ആണ്. These satellites can view കാണാൻ പറ്റും. Can view polar and equatorial region. These satellites can view polar and equatorial regions at close distance with good resolution. Polar and equatorial region at close distances with good resolution. അടുത്ത പോയിന്റ്, it is extremely useful for weather determination
cloud formation and remote sensing. Cloud formation, and it is extremely useful for weather condition, weather determination, cloud formation and remote sensing. Remote sensing ജസ്റ്റ് അത് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ലൈറ്റ് ഇടണോ ആണോ? ഒരു മിനിറ്റ്, കുഴപ്പമില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നത്. റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഇപ്പോ ജസ്റ്റ് എന്താ പറയാ, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഇൻഫർമേഷൻസ് എടുക്കാം. ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. ഓക്കെ, നെക്സ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ ശ്രദ്ധിച്ചേ. ടൈം ചാപ്റ്റർ കഴിയാതെ ഞാനിന്ന് വിടില്ല കേട്ടാ. 6:45 ഇവിടെ തന്നെ ഇരിക്കാം. ഓക്കെ, ഫസ്റ്റ് പോളാർ സാറ്റലൈറ്റ് പഠിച്ചു. അടുത്തത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓക്കെ, അടുത്ത ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ജിയോ മീൻസ് എർത്ത്, സ്റ്റേഷനറി മീൻസ് റെസ്റ്റ്. അപ്പൊ ഒറ്റ വാക്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്താണെന്ന് പറയാനാണെങ്കിൽ എർത്ത്, അതായത് എർത്തിൽ നിന്ന് നോക്കുമ്പോ ഈ സ്റ്റേഷനറി, ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് റെസ്റ്റിൽ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അനങ്ങാതിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. പക്ഷെ അത് റൊട്ടേറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലിരിക്കും. അതുകൊണ്ടാണ് എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോ, അതായത് നമുക്കിപ്പോ ഡയറക്റ്റ് കാണുന്നതല്ല, ടെലസ്കോപ്പ് വെച്ചൊക്കെ നോക്കാല്ലോ. അപ്പൊ സാറ്റലൈറ്റ് എർത്തിന്റെ ഒപ്പം റൊട്ടേറ്റ് ചെയ്യും. കറക്റ്റ്, അത് തന്നെ. എർത്ത് ഏത് ആക്സിസിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതേ ആക്സിസിൽ തന്നെ ആ ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എർത്ത് ഇതാണെങ്കിൽ എർത്ത് ഇപ്പൊ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ആ സാറ്റലൈറ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. കുറച്ച് പൊക്കത്തായിട്ട് വരാം. ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ സാറ്റലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്തായിട്ട് തോന്നും? ഇത് സ്റ്റേഷനറി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇതിന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. റീസൺ ആനന്ദ് പറഞ്ഞതാണ് കറക്റ്റ്. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്നത്? തിരിച്ചു വരച്ചതാ, വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, ഇത് ഈ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതും സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്തായിട്ട് ഫീൽ ചെയ്യുന്നത്? സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, വാട്ട് ഈസ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ആക്സിൽ തന്നെ ആരും റൊട്ടേറ്റ് ചെയ്യും, ഈ സാറ്റലൈറ്റും റൊട്ടേറ്റ് ചെയ്യും. ഇനി ഇവിടെ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ സാറ്റലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ സ്റ്റേഷനറി ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ ഇത് നിൽക്കുമ്പോഴാണ് ഇത് സ്റ്റേഷനറി ആയിട്ട് തോന്നുന്നത്? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിന്നാൽ മാത്രമേ നമുക്ക് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് സെയിം ആക്സിസിൽ തന്നെ. അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ മാത്രമേ അത് എന്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ? സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് ഹെഡിങ് കൊടുത്താൽ മതി. ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? ടൈം പീരീഡ് T = 2π റൂട്ട് r ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് gm. ഓക്കെ, ഇതാണ് നമ്മൾ ടൈം പീരീഡിന് പഠിച്ച ഇക്വേഷൻ. ഇനി ഇത് സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിലോ? സ്ക്വയർ ചെയ്ത് എഴുതിക്കേ. സ്ക്വയർ റൂട്ട് പോയി നമ്മൾ എഴുതിയ ഇക്വേഷൻ തന്നെ ഇല്ലേ, അതന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കേ. ഡെഫിനിഷൻ പറയണ്ടല്ലോ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഏത് ഡിഫറൻസ് എഴുതാനല്ല, അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞത്. ഡിഫറൻസ് ആയിട്ട് എഴുതാനല്ല, ഞാനിപ്പോ ജസ്റ്റ് രണ്ടും എടുക്കുന്നേ ഉള്ളു. ഓക്കെ
ഓക്കെ, ഇത് ശ്രദ്ധിച്ച്. സ്ക്വയർ ചെയ്ത ടി സ്ക്വയർ ഈക്വൽ ടു 4π² r³ ഡിവൈഡഡ് ബൈ gm. ഇവിടെ നിന്ന് നമുക്ക് r³ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റുക. r³ ഈക്വൽ ടു ടി സ്ക്വയർ gm ഡിവൈഡഡ് ബൈ 4π². ഓക്കെ, അടുത്തത് ക്യൂബ് മാറ്റി എഴുതിക്കുക. r ഈക്വൽ ടു ടി സ്ക്വയർ gm ഡിവൈഡഡ് ബൈ 4π² റൈസ് ടു 1/3. ഏതാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണോ? ജിയോ സ്റ്റേഷൻ ഞാൻ പറയാം. ഞാൻ ഇത് ഡെറിവേഷൻ ഒന്ന് എഴുതിക്കോ, എന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് എഴുതിക്കേ. ഏതാണ്? ഓ, വരും. ആ ഹൈറ്റ്, ആ ഫോർമുല വെച്ച് ചെയ്യാനല്ല, അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് വരും. ഓക്കെ, ഇനി ഈ gmന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ടി സ്ക്വയർ gr² ഡിവൈഡഡ് ബൈ 4π² റൈസ് ടു 1/3. ഇനി നോക്കിക്കേ, ഈ ആറിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? ആറിന് പകരം നോക്കിക്കേ, ഇത് എർത്താണെന്ന് വിചാരിക്കുക. എർത്തിന്റെ റേഡിയസ് r, h, പർട്ടിക്കുലർ ഹൈറ്റ് h. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? r+h ഈക്വൽ ടു ടി സ്ക്വയർ gr² ഡിവൈഡഡ് ബൈ 4π² റൈസ് ടു 1/3. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏത്? അത് നമുക്ക് gmന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. gm is equal to gr². 1/3 ക്യൂബ്, r³ ആയിരുന്നില്ലേ ക്യൂബ്. അപ്പൊ r എടുത്തപ്പോഴത്തേക്ക് എങ്ങനെ വന്നു? ഇപ്പൊ നമ്മള് r² ആണെങ്കിൽ സ്ക്വയർ മാറ്റിയിട്ട് റൂട്ട് ആക്കില്ലേ, അതുപോലെ ക്യൂബ് റൂട്ട് എന്ന് പറയില്ല, 1/3 എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് h അല്ലേ കണ്ടുപിടിക്കേണ്ടത്. h ഈക്വൽ ടു ടി സ്ക്വയർ gr² ഡിവൈഡഡ് ബൈ 4π² റൈസ് ടു 1/3 മൈനസ് r. എമ്മോ gm ഈക്വൽ ടു gr² ഇല്ലേ ഇവിടെ? കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അത് ചെയ്തതുകൊണ്ട് ഞാനത് എഴുതാൻ. gm ഈക്വൽ ടു gr². ഫൈനൽ ഇക്വേഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? h മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? അത് എന്തിനാ കണ്ടുപിടിച്ചത്? എന്താ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. എന്തിനാ നമ്മൾ ആ h കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. ഇത്ര എഴുതിക്കേ. ഏതാ? ഓൺ ചെയ്തു, ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ, ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇനി ടി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 24 അവർ ആയിരിക്കും റൊട്ടേഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 35600 കിലോമീറ്റർ. ഫൈനൽ ആൻസർ എഴുതിയതാണ്. ഏത്? നമ്മളിപ്പോ ജസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഒരു കേസ് പറയുന്നത്. എർത്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായ? എർത്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി വേറെ പ്ലാനറ്റ്സിനെ കൺസിഡർ ചെയ്തും പറയാം. നമുക്കിപ്പോ മെയിൻ ആയിട്ട് എർത്തിന്റെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നാൽ മാത്രമേ ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റുള്ളൂ? സ്റ്റേഷനറി ആയിട്ട്. അപ്രോക്സിമേറ്റ് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് വരും. ആ ഒരു റേഞ്ചിൽ ഇരിക്കുമ്പോൾ മാത്രമേ അത് എന്തായിട്ട് കാണാൻ പറ്റുള്ളൂ? സ്റ്റേഷനറി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ഉള്ളു. ഓക്കെ, ഇനി അടുത്തത് ജിയോ സ്റ്റേഷനറി. ഇനി കുറച്ചുകൂടി ഉള്ളു. ഓക്കെ, കഴിഞ്ഞ ഇത് എഴുതി കഴിഞ്ഞ
കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എനർജി ഓഫ് സാറ്റലൈറ്റ്. എനർജി കണ്ടുപിടിക്കുക. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മതി. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എനർജി ഓഫ് ദ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ സാറ്റലൈറ്റ് മനസ്സിലായല്ലോ. എർത്ത് ആണെങ്കിൽ എർത്തിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, ഇപ്പൊ എർത്ത് കൺസിഡർ എർത്ത് ഓഫ് റേഡിയസ് r, മാസ് m. ഇപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ സർഫസിലാണ്, പർട്ടിക്കുലർ ഹൈറ്റിലാണ്. ശ്രദ്ധിച്ച്, എർത്ത് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M, റേഡിയസ് r. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റിലായിരിക്കും, ഈ ഒരു ഓർബിറ്റിലായിരിക്കും എന്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയാണ് സാറ്റലൈറ്റ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ ഒരു ഹൈറ്റ്, ഈ ഒരു എർത്തിന്റെ സർഫസിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ h ആയിട്ട് എടുക്കുന്നു. ഈ ടോട്ടൽ r. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ സാറ്റലൈറ്റിന് ഒരു എനർജി ഉണ്ടാവും. ആ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാഫ് mv², അല്ലെ? അപ്പൊ ഇവിടെ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? ഓർബിറ്റൽ വെലോസിറ്റി ആയിരിക്കും. ഹാഫ് mv². ഇനി അടുത്തത്, അപ്പൊ ഹാഫ് എം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് കൈനറ്റിക് എനർജി Ke ഈക്വൽ ടു ഹാഫ് m റൂട്ട് ഓഫ് gm ബൈ r. r നമുക്ക് വേണമെങ്കിൽ r പ്ലസ് h ആയിട്ട് എടുക്കാം. അത് ഇപ്പൊ തന്നെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അത് r പ്ലസ് h ആയിട്ട് എടുത്തേക്കാം. r പ്ലസ് h സ്ക്വയർ ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൂട്ട് പോകും. അപ്പൊ എങ്ങനെ വരും? ഹാഫ് mgm ബൈ r പ്ലസ് h. അപ്പൊ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടി. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് സർഫസ് എത്ര കണ്ടുപിടിച്ചത് ഓൾറെഡി? മൈനസ് gmm ബൈ, മറന്നു വരുന്നത് ടൈനി ആ ബുക്കിൽ എഴുതി വെച്ചേക്കണം. gmm ബൈ r. നമുക്ക് അതും r പ്ലസ് h ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, r പ്ലസ് h. ഇനി നോക്കിക്കേ, ടോട്ടൽ എനർജി നോക്കിക്കേ. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇവിടെ കിട്ടിയത് ഹാഫ് mgm ബൈ r പ്ലസ് h പ്ലസ് മൈനസ് ഓഫ് gm. അപ്പൊ മൈനസ് gmm ബൈ r പ്ലസ് h. അപ്പൊ നമുക്ക് ഈ mgm ബൈ r പ്ലസ് h കോമൺ ആയിട്ട് എടുക്കാം. നോക്കിയേ, mgm ബൈ r പ്ലസ് h കോമൺ ആയിട്ട് എടുത്ത് ബാക്കി ഇവിടെ ഉള്ള എന്താ? 1/2 മൈനസ് 1. അപ്പൊ എന്ത് വരും? 1/2 മൈനസ് 1 ഇസ് മൈനസ് 1/2. അപ്പൊ എങ്ങനെ വരും? മൈനസ് 1/2 mgm by r plus h. This is the total energy of the satellite. Peter, ഓർക്കാൻ പറ്റണ്ട. ഞാൻ വേഗം എഴുതിക്കോ, അപ്പൊ ഓർക്കാൻ പോയിക്കോളൂ. ഏത്? ഇതെന്ന് പറയുന്ന എനർജി ഓഫ് ദ സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റ് മൂവിംഗ് അല്ലേ. അപ്പൊ ആ ഒരു സാറ്റലൈറ്റിന്റെ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എനർജി എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ അല്ലേ വരുന്നത്. അത് എസ്കേപ്പ് വെലോസിറ്റി. ആ K ഈക്വൽ ടു ഹാഫ് mve². എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ve ആയിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ നോക്കിക്കുക, ആ ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു എനർജി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിന് കൈനറ്റിക്. ഈ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇത് ഓർബിറ്റ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അതിന് കൈനറ്റിക്കും ഉണ്ടാവും. എർത്തിന്റെ സർഫസിൽ അതിന് എന്തും ഉണ്ടാവും? പൊട്ടൻഷ്യലും ഉണ്ടാവും. ഓക്കെ, സർഫസിലാണെങ്കിൽ നമുക്ക് r എന്ന് എഴുതായിരുന്നു. പക്ഷേ ഒബ്ജക്ട് സാറ്റലൈറ്റ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? r പ്ലസ് h എന്ന് കൊടുത്തത്. മനസ്സിന് മനസ്സിലായല്ല? സർഫസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ മൈനസ് gmm ബൈ r എന്ന് എഴുതിയത്. ഇത് സാറ്റലൈറ്റിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് r പ്ലസ് h കൂടി വന്നു. ഓക്കെ, കഴിഞ്ഞ ഇത് എഴുതി കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക് അടുത്തത്.
കുറച്ചുകൂടി ടോട്ടൽ എനർജി. ഓക്കെ, അനന്ത് കഴിഞ്ഞ എഴുതി. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോട്ടോ, നമ്മള് പറയാം. മനസ്സിലായ? തലേ കയറല്ലേ, ഗ്രാവിറ്റേഷൻ ഇഷ്ടമല്ലേ? റെക്കോർഡ് കണ്ടു നോക്കട്ടോ, അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞുതരാം. ഞാനെന്ത് കഴിഞ്ഞെന്ന് പറയാം, നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യണത്. ഓക്കെ, കെപ്ലസ്. ഓക്കെ, ഈ ചാപ്റ്ററില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് കെപ്ലസ് ലോ എന്ന് പറയുന്നത്. 3 ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായാലും ചോദിക്കും ഈ ക്വസ്റ്റ്യൻ. 3ഉം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ, മറന്നു പോവുകയും ചെയ്യരുത്. കെപ്ലസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പൊ 3 ലോ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലോ, ലോ ഓഫ് ഓർബിറ്റ്സ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയാസ്. തേർഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പീരീഡ്സ്. ഓക്കെ, ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പേര് ഓർത്ത് വെക്കാൻ പറ്റില്ലേ? 3 ലോയും അതേ ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കാം. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പീരീഡ്സ്. മറന്നു പോരുത്. അടുത്ത ക്ലാസ്സിൽ ഇത് ചോദിച്ചിട്ട് ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ലോ ഓഫ് ഓർബിറ്റ്. ലോ ഓഫ് ഓർബിറ്റ് എഴുതിക്കോ. എവ്രി പ്ലാനറ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാവേ. ഫസ്റ്റ് ലോ, ഫസ്റ്റ് ലോയ്ക്കില്ല, സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും പ്രൂവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ലോ ഓഫ് ഓർബിറ്റ് എഴുതിക്കോ. എവ്രി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ. എവ്രി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ in elliptical orbit. Elliptical orbital. Elliptical എന്ന് പറയില്ലേ? Elliptical orbital with the sun at 1 foci. FOCI. With the sun at 1 foci. Foci elliptical orbital. With the sun at 1 foci. Foci എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഇല്ലേ? FOCI. ഫോക്കസ്. foci. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. എവ്രി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ എന്ന് പറഞ്ഞു നോക്കിയേ. എവ്രി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റൽ വിത്ത് സൺ അറ്റ് 1 foci. അതെന്താ പറയുന്നത്? എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്യും? സണ്ണിനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, ഓർബിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ പറയുന്നത് എന്താ? വിത്ത് സൺ അറ്റ് 1 foci എന്നാ പറയുന്നത്. അതായത് ഫൊസൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ആണ്. ഇപ്പൊ സർക്കിളിനൊക്കെ നമുക്ക് ഒരു ഫോക്കസ് ഉണ്ടാവും അല്ലെ? പക്ഷെ എലിപ്സ് എന്ന് പറയുമ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എലിപ്സിന് എത്ര ഫൊസൈ ഉണ്ടാവും? ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടുള്ളതല്ലേ? പാരാബോള, എലിപ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഓക്കെ, ഇത്ര നോക്കിയാൽ മതി. എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും. എലിപ്സ് എന്ന് പറയുമ്പോൾ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ എലിപ്റ്റിക്കൽ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പൊ അതിന് 2 ഫോക്കസ് ഉണ്ടാവും. സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഫോക്കസ് പറയായിരുന്നു. പക്ഷെ എലിപ്സ് ആകുമ്പോഴത്തേക്കും എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും. അപ്പൊ എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അതായത് ഒരു ഫോക്കസിൽ സൺ ആയിരിക്കും എന്നാ പറയുന്നത്. എവ്രി പ്ലാനറ്റ്സ് എന്താ പറയുന്നത്? എവ്രി പ്ലാനറ്റ്സ് പറഞ്ഞ് റിവോൾവ്സ് അറൌണ്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റൽ വിത്ത് സൺ അറ്റ് 1 foci. ഓക്കെ, അത് കിട്ടി. അതാണ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. വലിയ കുഴപ്പമില്ല ഫസ്റ്റ് ലോ പഠിക്കാൻ. അധികമൊന്നുമില്ല, ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് എഴുതേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ലോ ഓഫ് ഏരിയാസ്.
law of areas. Law of areas എഴുതിക്കോ. The radius vector drawn from sun to the planet sweeps out sweeps out equal area in equal interval of time. Okay, radius vector drawn from sun to the planet sweeps out equal area in equal interval of time. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്, ലോ ഓഫ് ഏരിയാസ്. ഫസ്റ്റ് ലോയിൽ നമ്മൾ പറഞ്ഞു പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ശ്രദ്ധിച്ചേ, ഫോക്കസില് സൺ ആയിരിക്കും. ഇപ്പൊ ഇവിടെയാണ് ഒരു പ്ലാനറ്റ്, ഒരു സാറ്റലൈറ്റ് പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അതാണ് പൊസിഷൻ എന്ന് വിചാരിക്കും. റേഡിയസ് വെക്ടർ, ഓക്കെ, ഇത് സണ്ണ്, ഇത് പ്ലാനറ്റ്. അപ്പൊ റേഡിയസ് വെക്ടർ എന്താ പറയുന്നത്? റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദ പ്ലാനറ്റ്. കണ്ട, റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം, ആ ഫിഗർ വരക്കുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞു വരക്കുക. റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്നാ പറയുന്നത്. അപ്പൊ ഇത് സൺ ആണ്, ഇത് പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ പ്ലാനറ്റിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറി. ഇതിനെ ഞാനിപ്പോ ക്യൂ എടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഡിസ്റ്റൻസ്. ഇവിടെ ഈക്വൽ ഏരിയയിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. റേഡിയസ് വെക്ടർ വരുന്നത് പോലെ തന്നെ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ പോകും. ഇനി അടുത്ത പൊസിഷൻ, നമ്മൾ ഇവിടെ നിന്ന് പ്ലാനറ്റിന്റെ പൊസിഷൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും എന്താ പറയാ, ഇറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ. അതായത് ഈക്വൽ ഏരിയയിലായിരിക്കും ഇത് കവർ ചെയ്ത് പോകുന്നത്. പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സണ്ണ് പ്ലാനറ്റ്, ഈ പ്ലാനറ്റിന്റെ പൊസിഷൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ മാറി പോകുന്നത് അത് കവർ ചെയ്യുന്ന ഏരിയയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടൈം ഇന്റർവെലും ഈക്വൽ ആയിട്ട് പോകും. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഈ സണ്ണാണെങ്കിൽ പ്ലാനറ്റിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് നമ്മളൊരു റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദ പ്ലാനറ്റ് ഇവിടെ നിന്ന് വരച്ചു. ഇത് കവർ ചെയ്യുന്ന പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ നിന്ന് പ്ലാനറ്റിന്റെ പൊസിഷൻ ഇങ്ങോട്ടോ വന്നെന്ന് വിചാരിക്കാം. ഇത് കവർ ചെയ്യുന്ന ഏരിയയും അതുപോലെ തന്നെ ടൈം ഇന്റർവെലും എന്താ പറയാ, സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം എന്നാ പറയുന്നത്. ഈക്വൽ ഏരിയ ഡെൽറ്റ എ എന്ന് എടുക്കാം. ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, കവർ ചെയ്യുന്ന ഏരിയ ഒരു 24 മണിക്കൂറിന്റെ കാര്യമല്ല, പൊസിഷൻ ആണ് പറയുന്നത്. പ്ലാനറ്റ് ഇപ്പൊ ടൈം ഇപ്പൊ 24 മണിക്കൂർ അല്ല, എത്ര ടൈം ആണെങ്കിലും നീ വിചാരിക്കും. അത് ആ ഒരു പ്ലാനറ്റിന്റെ പൊസിഷൻ ഇതാണെങ്കിൽ അത് ഈക്വൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്ത് പോകുന്നത്. ഈക്വൽ ഏരിയ കവർ ചെയ്തായിരിക്കും പോകുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഈക്വൽ ടൈം, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഏരിയ കവർ ചെയ്ത് പോകുന്നു. അത്രേ ഉള്ളൂ. അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂണിഫോം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈക്വൽ ആയിട്ട് പോകും. അതായത് ഏരിയ ബൈ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എവിടെ നോക്കിയാലും ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ. അപ്പൊ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നോക്കിക്കേ, ഏരിയ ബൈ ടൈം, ഇതിന് നമ്മൾ പറയുന്ന ഏരിയൽ വെലോസിറ്റി എന്നാ പറയാ. ഏരിയൽ വെലോസിറ്റി. ഓക്കെ, അതായത് ഇതിന്റെ ഏരിയൽ വെലോസിറ്റി, ഡിസ്റ്റൻസും ടൈമും, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ ഈക്വൽ ആയിട്ടായിരിക്കും. അപ്പൊ ഈ വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാ പറയുന്നത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ജസ്റ്റ് ചിലപ്പോ ചോദിക്കും പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അതിനൊന്നും ചെയ്യുന്നില്ല. നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാൻ. നോക്കിക്കേ, ഇത് എസിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് ഞാനിപ്പോ 6 ആയിട്ട് എടുത്തു. ഓക്കെ, ഇത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഞാൻ ഡെൽറ്റ 6 ആയിട്ട് എടുത്തെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യണേ. നോക്കിക്കേ, സണ്ണ് ABC, ഈ ABC എന്ന് പറയുന്നത് ഞാനൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ട്രയാങ്കിളിന്റെ ഏരിയ A ഈക്വൽ ടു, ഏരിയ കോൺസ്റ്റന്റ് ആണെന്നല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏരിയ ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് നമുക്ക് 6 ആയിട്ട് എടുക്കാം, ഇൻറ്റു H ഡെൽറ്റ 6 ആയിട്ട് എടുക്കാം. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒന്ന് ഡെൽറ്റ ടി വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ടൈം ഇന്റർവെൽ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ എന്നല്ലേ. ത്രൂ ഔട്ട് നമുക്ക് ഡെൽറ്റ ടി വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യണേ. അപ്പൊ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/2 R ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി.
ഓക്കെ, ഏതാണ്? അതൊരു ടേം അല്ലേടാ, 1/2 r × ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി v. അപ്പൊ എങ്ങനെ എഴുതാം? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/2 r × v. നമുക്ക് വെക്ടർ ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി. നമുക്ക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയാം, p = mv. ഫാഹിം, പീറ്റർ, ആനന്ദ് ശ്രദ്ധിക്കണില്ല കേട്ടോ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ p = mv. ഇതിൽ നമുക്ക് v യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. v = നമുക്ക് എങ്ങനെ എഴുതാം? p by m. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/2 r ക്രോസ് p by m. ഇനി ഒന്ന് പറയണേ, ഇതൊന്ന് പറയണോ കേട്ടാ. r ക്രോസ് p എന്താ? ആറിന്റെ മേളിൽ എന്താണ്? അത് വെക്ടർ സൈൻ കാണിച്ചതാ. പറഞ്ഞോ നിക്ക് നീ നിനക്ക് കിട്ടിയല്ല, കിട്ടിയെങ്കിൽ ഉണ്ടല്ലേ. ബാക്കി ആരെങ്കിലും പറഞ്ഞേ. r ക്രോസ് p എന്താ? r ക്രോസ് p ഡെറിവേഷൻ ആയിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ആംഗുലർ വിവേകിനും കിട്ടി, ജോൺസിനും കിട്ടി. അനന്തിനൊന്ന് ആലോചിച്ചാൽ കിട്ടും. ക്രിസ്ത്യൻ ആലോചിച്ച് നോക്കിയേ, r ക്രോസ് p എന്താ? അമ്മന് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞേ. r ക്രോസ് p പറഞ്ഞോ, നിനക്കൊന്നും കിട്ടണില്ലേ? അത് ചോദിച്ചതാ. r ക്രോസ് p നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അതിന് വേണ്ടി ചോദിച്ചതാ. ആംഗുലർ മൊമെന്റം L ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/2 ഇൻറ്റു L ബൈ എം എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ L ബൈ എം കോൺസ്റ്റന്റ് ആണെങ്കിൽ ബാക്കി ഹാഫ് L ബൈ എം, ഈ ടേം കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത്. വേഗം എഴുതിക്കോ, ഒരു ലോയും കൂടെ ഉണ്ട്. ലാസ്റ്റ് ലോയും കൂടെ പറഞ്ഞിട്ട് ഇട്ടേക്കാം. അപ്പൊ കഴിയും, ചാപ്റ്റർ കഴിഞ്ഞു. ടീച്ചർ വേഗം എഴുതിക്കേത്. വേഗം എഴുതിക്കോ, ലാസ്റ്റ് ലോയും കൂടെ ഉണ്ട്. അതുകൂടെ വെച്ചിട്ട് പോണ എങ്ങനെ? ലാസ്റ്റ് ലോ അതുകൂടി തീർന്നു നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞല്ലേ. ലാസ്റ്റ് ലോ, ആ തേർഡ് ലോ പഠിപ്പിക്കാതെ പോയാൽ നിങ്ങൾക്കൊന്നും അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലായിരിക്കും. ലോ ഓഫ് ഓർബിറ്റ് കഴിഞ്ഞ് ലോ ഓഫ് ഏരിയ കഴിഞ്ഞാൽ ലാസ്റ്റ് ലോ ഓഫ് പീരീഡ് അതുകൂടെ എടുത്തേക്കാം. ഇപ്പൊ കഴിയും, അത് ഇത്തിരി കൂടെ കഴിയും. എപ്പോഴും ഞാൻ നേരത്തെ വിടുന്നതല്ലേ, കറക്റ്റ് ടൈമിന് ഞാൻ നിർത്താറില്ലേ. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് വൺ. എഴുതിക്കോ, മനസ്സിലാക്കി എഴുതിയാ മതി. ടൈമുണ്ട്, എടുത്തു, സമയം എടുത്ത് എഴുതിയാ മതി. എല്ലാ എന്താ ആംഗുലർ മൊമെന്റം square of time period around the planet is directly proportional to cube of semi-major axis. Directly proportional major axis. പീറ്ററും ആനന്ദും കൂടി എഴുതി കഴിയാനുള്ളത്. ആനന്ദ് എഴുതി കഴിയട്ടെ. മനസ്സ് കഴിഞ്ഞ ടീച്ചറോ കഴിഞ്ഞു. അനന്ത അതുകൂടി എഴുതിക്കോ സൈഡ്. കഴിഞ്ഞ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ലോ ഓഫ് പീരിയഡ്സ്
ടൈം ആയ പോവാൻ എഴുതിക്കോ. സ്ക്വയർ ഓഫ് എഴുതിക്കോ. ദ സ്ക്വയർ ഓഫ് the time period of the planet, the square of the time period of the planet, the square of the time period of the planet is directly proportional to is directly proportional to is directly proportional to is directly proportional to cube of semi major axis. Cube of directly proportional to cube of semi major axis. Cube of semi major axis. Okay, semi major axis. ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇനി ശ്രദ്ധിച്ച സെമി മേജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇത് എലിപ്സ് ആണെങ്കിൽ ഇവിടെ ഒരു ആക്സിസ് ഉണ്ടാവും, ഈ ഒരു ആക്സിസ് ഉണ്ടാവും, ഈ ഒരു ആക്സിസ് ഉണ്ടാവും. ഇതിന് നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ് കുറഞ്ഞതിന് നമ്മൾ പറയുന്നത് മൈനർ ആക്സിസ് എന്ന് പറയും. ഈ ലെങ്ത് കൂടിയത് മേജർ ആക്സിസ്. അപ്പൊ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നല്ലേ പറയാ. ഒരെണ്ണം മൈനറും ഒരെണ്ണം മേജറും. അപ്പൊ സെമി മേജർ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഹാഫ് ഇതൊക്കെ നമുക്ക് സെമി മേജർ ആക്സിസ് ആയിട്ട് പറയാം. ഇനി നമ്മുടെ ലോ പറയുന്നത് എന്താ? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് ദ square of time period of the planet is directly proportional to the cube of semi major axis. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രൂഫ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഒരു പ്ലാൻ ഇത് പ്രൂവ് എന്നാലും പറയട്ടെ, നിക്കി. ഓക്കെ, അപ്പൊ എന്താ പറയാ, ടൈം കളഞ്ഞു. ഒരു എർത്തിന് ചുറ്റും ഒരു പ്ലാനറ്റ്, ഒരു സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് തമ്മിൽ ഉണ്ടാവില്ല. ഇപ്പൊ സണ്ണിന് ചുറ്റും പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. എഫ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? GM ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അത് സർക്കുലാർ മോഷനിലായിരിക്കുമ്പോ അതിനൊരു വേറൊരു ഫോഴ്സ് കൂടി ഉണ്ടാവും. ഏതാ? എഫ് ഈക്വൽ ടു MV സ്ക്വയർ ബൈ ആർ. ഏത്? ഓക്കെ, സാറ്റലൈറ്റ് ആണെന്നല്ലേ പറയാ. സാറ്റലൈറ്റിലേക്കുള്ളതല്ലേ സർഫസ് പറയുമ്പോഴല്ലേ നമ്മള് ക്യാപിറ്റൽ ആർ എടുക്കണത്. ആ, സാറ്റലൈറ്റിന്റെ കേസിലല്ലേ പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുവാണ്, ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, വേഗം എഴുതിക്ക്. ലോ എഴുതി കഴിഞ്ഞില്ല, ഇക്വേഷൻ വേഗം എഴുതി. ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കാണിച്ചു തരാം, വേഗം എഴുതി. ഇത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഫോഴ്സിന്റെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ സെൻട്രിപിറ്റൽ, അതായത് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. GMM ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു MV സ്ക്വയർ ബൈ ആർ. ഓക്കെ, M കട്ട് ചെയ്യാം, R കട്ട് ചെയ്യാം. GM ബൈ ആർ ഈക്വൽ ടു V സ്ക്വയർ. GM ബൈ ആർ ഈക്വൽ ടു V സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് ഈ പ്ലാനറ്റിന്റെ ഫോഴ്സ് രണ്ടും കിട്ടി, നമ്മൾ ഇക്വേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ടൈം പീരീഡ് T ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഓക്കെ, ടൈം പീരീഡിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? വേഗം പറഞ്ഞാൽ വേഗം വിടാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് അതല്ല, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത 2π r ഡിവൈഡഡ് ബൈ v. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാം. T സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ v സ്ക്വയർ. V സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോ എന്ത് വരും? V സ്ക്വയർ ഈക്വൽ ടു എന്താ? GM ബൈ ആർ. അപ്പൊ നോക്കിയേ, 4π സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ GM ബൈ ആർ. ഈ ആറ് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോ എങ്ങനെ വരും? T സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ r ക്യൂബ് ഡിവൈഡഡ് ബൈ GM. ഇത് കോൺസ്റ്റന്റ് ആണ്. ഈ ടേം കോൺസ്റ്റന്റ് ആണെങ്കിൽ ബാക്കി T സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ് എന്ന് പറയാം. T സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. ഇതാണ് തേർഡ് ലോ. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ. കറക്റ്റ് ആയിട്ട് ഇത്ര എഴുതണേ. T സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. അതല്ലേ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പ്രൂവ് ചെയ്തത്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഓക്കെ, അമ്മന് മനസ്സിലായ?
അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റ് നമ്മളെ കഴിഞ്ഞു, സെക്കൻഡ് ടെക്സ്റ്റ് തുടങ്ങാം. തുടങ്ങണോ?